ടീച്ചർ ഉണ്ടോ അതോ പോയോ? മോന്റെ അവിടേക്ക് പോയതേ ഉള്ളൂ. മോന്റെ അവിടേക്ക് പോയി. ഇപ്പൊ ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. കയറിയ സമയത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്നിട്ട് മുകളിൽ കൊണ്ടാക്കിയതാ. ഈ പുസ്തകമൊക്കെ അവിടെ താഴെ നിർത്തോണ്ട് വന്നാണോ? അല്ല, നേരത്തെ വെള്ളം കയറുന്ന കാരണം നേരത്തെ കൊണ്ട് എടുത്ത് വെച്ചു. താഴെ പുസ്തകങ്ങളുണ്ടോ? താഴെ ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ. നമുക്ക് ഈ വീടിനകത്തേക്കൊന്ന് പോകാം. ഇത് മുകളിലത്തെ നിലയാണ്. താഴത്തെ നിലയിൽ വെള്ളം കയറുന്ന സമയത്ത് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മകൻ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. താഴത്തെ നിലയിലേക്ക് വെള്ളം കയറരുത്. അവിടെയൊക്കെ ബെഡൊക്കെ എടുത്തിട്ടുണ്ട്. വഴിയിലൊക്കെ താഴെ നിന്നൊക്കെ കട്ടിലൊക്കെ ഒഴുകിപ്പോയി. കട്ടിലൊക്കെ ഒഴുകിപ്പോയി. കസേരകളൊക്കെ പോയി. അയ്യോ, ഉണ്ട്. പുസ്തകങ്ങളെല്ലാം പോയില്ലേ? പുസ്തകങ്ങൾ ഇതിനകത്തൊക്കെ പുസ്തകങ്ങളായിരുന്നു. അയ്യോ, എല്ലാം ഈ വീട്ടിൽ ഒഴുകി നടക്കുകയാണ്. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ബെഡുകൾ പോയി, ബെഡുകൾ, കട്ടിലുകൾ, തുണികൾ, അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ. അടുക്കളയിൽ മുഴുവൻ വെള്ളം കയറിയില്ലേ? അടുക്കളയിലാണ്ട് ഗ്യാസ് കുറ്റിയൊക്കെ അവിടെ പൊങ്ങിക്കിടക്കുന്നത് കാണാം. അയ്യോ, തീർത്തും വളരെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് ലീലാവതി ടീച്ചറിൻ്റെ വീടിനുള്ളിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. എത്രത്തോളം പുസ്തകങ്ങളാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി നശിച്ചു കിടക്കുന്നതെന്ന് നമുക്ക് കാണാം. അതെ, ഇവിടെ മുഴുവൻ ഉണ്ടോ, മുഴുവൻ വെള്ളം കയറി. പുസ്തകങ്ങളൊക്കെ നിരവധി, ഈ അലമാരയിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ, താഴെത്തട്ടിൽ സൂക്ഷിക്കുന്ന നിരവധി പുസ്തകങ്ങൾ നശിച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ പോലും ഇപ്പോൾ വെള്ളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അയ്യോ, വളരെ ദുഃഖകരമായ ദൃശ്യങ്ങളാണ് ഇത്. വളരെ സങ്കടം തോന്നുന്നു. ഒരു ആയുസ്സുകാലം മുഴുവൻ ടീച്ചർ ശേഖരിച്ച പുസ്തകങ്ങളാണ് ഇങ്ങനെ വെള്ളം കയറി നശിച്ചു പോയിരിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്പാദ്യം, ടീച്ചറിൻ്റെ സമ്പാദ്യത്തിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് അവർ എഴുതിയ പുസ്തകങ്ങൾ, മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ, അങ്ങനെ ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു ടീച്ചറിൻ്റെ വീട് എന്ന് തന്നെ പറയാം. ആ വിജ്ഞാനത്തിൻ്റെ പല പുസ്തകങ്ങളായിട്ട് ശേഖരിച്ചു വെച്ചിരുന്നു. അവയൊക്കെയാണ് ഇപ്പോൾ വെള്ളം കയറി നശിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഒഴുകി നടക്കുകയാണ്. ഫർണിച്ചറൊക്കെ എല്ലാം നശിച്ചു. വീട്, ഈ നമ്മുടെ കട്ടിലൊന്നും ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഇത് നശിച്ചു പോയിട്ടുണ്ട്. പലതരത്തിലുള്ള എഴുത്തുകുത്തുകൾ, പഴയ രേഖകൾ, ഒരുപാട്. ടീച്ചറിൻ്റെ പേന, ടീച്ചർ അതിനകത്ത് കണ്ടൊരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ പെട്ടെന്ന് വന്ന മഴ, ഷീല ലൂയിസിൻ്റെ. അതാണിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. പെട്ടെന്ന് വന്നൊരു മഴയിൽ തന്നെയായിരുന്നു ലീലാവതി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. ആ സമയത്ത് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ ഉപയോഗിച്ച പേനയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ടീച്ചർ എഴുതിയ ചില കുറിപ്പുകൾ, ഫോൺ നമ്പറുകളൊക്കെയാണ് ഇത് കേട്ടോ. ടീച്ചർ ഉപയോഗിച്ച ഫോൺ നമ്പറുകളാണ്. ആ ഫോൺ നമ്പറുകൾ എഴുതിയ ഡയറിയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഇങ്ങനെ ഫോണൊക്കെ പോയി. അത് ടീച്ചറിന് ലാൻഡ് ഫോണൊക്കെ മുങ്ങിപ്പോയി. അങ്ങനെ ടീച്ചറിന് ലാൻഡ് ഫോൺ വിളിച്ചാൽ കിട്ടില്ല. ആ ഫോൺ മുങ്ങിപ്പോയിരിക്കുകയാണ്. ഒരുപാട് കോളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് ടീച്ചറിലേക്ക് എത്തുന്നുണ്ടാകാം. പക്ഷേ ആ ഫോണുകളെല്ലാം വെള്ളം കയറി നശിച്ചു. എത്ര പുസ്തകങ്ങൾ, പച്ച മലയാളം, എത്ര പുസ്തകങ്ങൾ, ആഴ്ചപ്പതിപ്പുകൾ എല്ലാം ടീച്ചറിൻ്റെ പേന, എഴുത്ത് പേന ഉൾപ്പെടെ ഈ ജലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയും. വളരെ ദുഃഖകരമായ ദൃശ്യമാണ് ഇത്. ടീച്ചർ എന്തായാലും കുറച്ചു നേരം മുമ്പ് ഈ വെള്ളം കയറുന്ന സമയത്ത് ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു.
ടീച്ചർ താഴെ താഴെ നിലയിലായിരുന്നു. ഇവിടെ ഇരിക്കായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കായിരുന്നു. എഴുതിക്കൊണ്ടിരുന്ന സമയത്താണല്ലേ പെട്ടെന്ന് വെള്ളം കയറിയത്. അപ്പൊ അങ്ങനെ വേഗം മുകളിലേക്ക് പോയി. മുകളിലേക്ക് കയറാൻ പറ്റുമല്ലോ ടീച്ചർ? മെല്ലെ കയറാൻ പറ്റില്ല, എന്നാലും മെല്ലെ കയറി മുകളിൽ കിടക്കായിരുന്നു. പിന്നെ മോൻ വന്നിട്ട് അങ്ങനെ പോയി. എന്ത് പറഞ്ഞു ടീച്ചർ? ടീച്ചർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ പുസ്തകമൊക്കെ വെള്ളം കയറിയത് കണ്ടില്ലേ? അയ്യോ, ടീച്ചർ കണ്ടില്ല, ആകെ ടെൻഷൻ അടിച്ചിട്ടാ പോയിരിക്കണേ. എന്തൊക്കെ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയ ടീച്ചർ ഈ ദൃശ്യങ്ങൾ കാണാതിരിക്കട്ടെ. കാരണം ടീച്ചറിന് കണ്ട ഹൃദയഭേദകം തന്നെയാണ്. ടീച്ചർ എഴുതി കൂട്ടിയതും വായിച്ചു കൂട്ടിയതും ആർജിച്ചെടുത്തതുമായിട്ടുള്ള ഒരുപാട് വിജ്ഞാനങ്ങളുടെ കലവറയാണ്. ആ കലവറയാണ് ഇങ്ങനെ വെള്ളം കയറി നശിച്ചു പോയിരിക്കുന്നത്. വെള്ളം പെട്ടെന്ന് ഇരച്ചെത്തിയതാണല്ലേ? അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ടീച്ചർ അവിടെ നിന്ന് മാറിയത്. എങ്ങോട്ടാണ് സുരക്ഷിതയായി മാറിയിരിക്കുന്നത്? ടീച്ചറിന്റെ മകന്റെ വീട്ടിലേക്കാണല്ലേ മാറിയിരിക്കുന്നത്? മകന്റെ വീട്ടിലേക്ക്. പെട്ടെന്നാണോ വെള്ളം എത്തിയത്? പെട്ടെന്നാ കയറിയത്. മഴ വരുന്നത് കണ്ടതേ ഉള്ളൂ, വെഴുകി വരുന്നതേ കണ്ടതുപോലുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് കയറി. ടീച്ചർ കുത്തി നടക്കാൻ ഉപയോഗിച്ചേ വാക്കർ. ഈ വാക്കർ പോലും ടീച്ചർ ഉപേക്ഷിച്ചിട്ടാ പോയല്ലേ? ടീച്ചർ ഉപയോഗിച്ച വാക്കറായിരുന്നു. ഈ വാക്കറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ മുറിയിൽ ഇരുന്ന് ടീച്ചർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വെള്ളം ഇരച്ചെത്തിയത്. അങ്ങനെ പതുക്കെ പാടുപെട്ടാണ് മുകളിലത്തെ നിലയിലേക്ക് കയറിയത്. ആ വാക്കർ പോലും ഉപേക്ഷിച്ച് ടീച്ചർ പണിപ്പെട്ട് മുകളിലേക്ക് കയറി. വളരെ ദുഃഖത്തോടു കൂടിയാണ് മുകളിൽ കഴിഞ്ഞത്. അങ്ങനെ മകൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പക്ഷേ ടീച്ചറിൻ്റെ സമ്പാദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ വെള്ളം കയറി നശിച്ചിരിക്കുകയാണ്. ഫർണിച്ചറും കട്ടിലോ മേശയോ ഒന്നുമല്ല ടീച്ചർ എഴുതി കൂട്ടിയത്, വായിച്ചു കൂട്ടിയത് എല്ലാം ആർജിച്ചെടുത്ത ഒരുപാട് വിജ്ഞാനം ഇങ്ങനെ വെള്ളം കയറി പോവുകയാണ്. എന്തായാലും വളരെ ദുഃഖകരമാണ്. ഈ മഴക്കാലം കവർന്നെടുത്തത് ടീച്ചറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു എഴുത്ത് മുറി. ആ എഴുത്തുമുറിയിൽ സൂക്ഷിച്ചിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് നിധിശേഖരങ്ങൾ പോലെ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളാണ് ഇങ്ങനെ വെള്ളം കയറി നശിച്ചു പോയിരിക്കുന്നത്. ഒരുപാട് പുരസ്കാരങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടു. ഒരുപാട് ടീച്ചർ കിട്ടിയ ഒരുപാട് പുരസ്കാരങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. വളരെ പാടുപെട്ടാണോ മുകളിലേക്ക് കയറിയത്? നടക്കാൻ പ്രയാസമല്ലേ ടീച്ചർ? പ്രയാസമാണ്, എന്നാലും പിടിച്ചു കയറി മെല്ലെ. ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്? വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടായിരുന്നു. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലേ? എഴുതി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കണ്ടായിരുന്നു കാലത്തൊക്കെ. പിന്നെ പേപ്പർ വന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചറിന് മനസ്സിലായില്ലേ വെള്ളം കയറുമെന്ന്? കേറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇതിനകത്ത് കയറിയപ്പോഴും ടീച്ചറുണ്ടായിരുന്നു. ഇത്ര കയറുമ്പോ ഉണ്ടായിരുന്നില്ല, വീടിനകത്ത് വെള്ളം കയറിയപ്പോ ഉണ്ടായിരുന്നു. പിന്നെ വേഗം മുകളിലേക്കാക്കി. നല്ല മഴ പോയ ശേഷമാണ് അതിന് മുകളിലായിരുന്നു. പോകുമ്പോ എന്ത് വിഷമിച്ചിട്ടാ പോയത്, എന്തൊക്കെ നശിക്കുമെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിട്ടാ പോയത്. ഇപ്പൊ മനസ്സ് മുഴുവൻ ഇവിടെ ഇരിക്കും. ടീച്ചർ അവിടെ ഇരിക്കണേ ഉള്ളൂ. എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് അറിയില്ല. ഇല്ല, ഇപ്പൊ പോയതില്ല. ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ആ താഴെ നിലയിൽ മുഴുവനും മുട്ടൊപ്പം വെള്ളമുണ്ട്. ടീച്ചർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് വെള്ളം ഇരച്ചെത്തിയപ്പോൾ സുരക്ഷിതയായി മാറുക. 96 വയസ്സുണ്ട് ടീച്ചർക്ക്. അവിടെ നിന്ന് മകൻ്റെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ കണ്ടു ടീച്ചർ കുത്തി നടന്ന വാക്കർ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കയ്യിലെങ്കിലും എടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുത്തു നീക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് ടീച്ചർക്ക് നമുക്കറിയാം. പക്ഷേ 96 വയസ്സുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ അവനവൻ സ്വന്തമായി സൂക്ഷിച്ച, നിധി പോലെ സൂക്ഷിച്ച പുസ്തകങ്ങളെ ഒന്നും സുരക്ഷിതമാക്കാൻ കഴിയാത്ത വേദനയിലായിരിക്കാം ഒരു പക്ഷേ ടീച്ചർ ഇറങ്ങിപ്പോയിട്ടും ഉള്ളത്. അവിടെ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ആ വീട്ടിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, അതിൻ്റെ മൂല്യം അളക്കാൻ പോലും കഴിയില്ല അല്ലേ? തീർച്ചയായിട്ടും ഈ വീട്ടിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ മൂല്യം ഏതെങ്കിലും ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി കൂട്ടി വെക്കാൻ കഴിയില്ല. കാരണം ടീച്ചർ ഈ ആയുസ് മുഴുവൻ ശേഖരിച്ച, നിധി പോലെ ശേഖരിച്ച വിജ്ഞാനങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ആ കലവറയാണ് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. നിരവധി പുസ്തകങ്ങൾ, ടീച്ചറിൻ്റെ പേനകൾ പോലും ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ ഡയറി, നമ്പറുകൾ എഴുതി വെച്ചിരുന്ന ഡയറി. അങ്ങനെ ടീച്ചറൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് അവരൊക്കെ ഡയറിയിലാണെങ്കിൽ നമ്പറുകളൊക്കെ എഴുതി വെക്കുന്നത്. അപ്പോൾ ആ ഡയറി നോക്കിയിട്ടാണല്ലേ ടീച്ചർ, ഡയറിയൊക്കെ നോക്കിയിട്ടല്ലേ ഫോൺ വിളിക്കുന്നത്? അതെ, ഡയറി മുഴുവൻ പോയി, എടുത്തു വെക്കാൻ പറ്റിയില്ല. ഓരോ സാധനം എടുത്തു വെക്കുമ്പോഴേക്കും പെട്ടെന്ന് വെള്ളം കയറിയ കാരണം ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല. എല്ലാ ഡയറിയും പോയി, എല്ലാവരുടെ നമ്പറും പോയി. ഈ മുകളിലേക്ക് പോയ സമയത്ത് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും എടുത്തു വെക്കണോ? അങ്ങനെ പറഞ്ഞു. ഓടി വരുമ്പോഴേക്കും ഇവിടെയൊക്കെ നിറഞ്ഞു. പിന്നെ കുറെ ബെഡും ഒക്കെ മാറ്റുമ്പോഴേക്കും ഇവിടെയൊക്കെ നിറഞ്ഞു ഒഴുകിപ്പോയി. ചെയ്യാം, നനഞ്ഞു കഴിഞ്ഞു പെട്ടെന്നായതുകൊണ്ട്. ടീച്ചറിനെ മുകളിലേക്ക് കയറ്റി താഴെ വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി, പെട്ടെന്ന് കയറി. പെട്ടെന്നായിരുന്നു. ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അല്ലേ?
ചേച്ചിയുടെ പേരെന്താ? ബിന്ദു. ബിന്ദു ചേച്ചി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന. ചേച്ചി പാടുപെട്ട് ടീച്ചറിനെ മുകളിലത്തെ നിലയിലേക്ക് കയറ്റി തിരികെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വെള്ളം കയറി പോയിരുന്നു എന്നുള്ളതാണ് ടീച്ചറിന്റെ മനസ്സ് വളരെ ശരി അരുൺ, ഞാൻ വരാം അരുണിലേക്ക്. ഇപ്പോൾ ലീലാവതി ടീച്ചറുടെ മകൻ വിനയൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ വിനയൻ, ടീച്ചറുടെ വീട്ടിൽ നിന്ന് അരുൺ ശങ്കർ കാര്യങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. അവിടെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുസ്തകങ്ങളടക്കം, ടീച്ചർക്ക് കിട്ടിയ പുരസ്കാരങ്ങളടക്കം ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാഴ്ച വലിയ വേദനയോടെയാണ് മലയാളികൾ ആകെ കാണുന്നത്. പെട്ടെന്നുണ്ടായ സംഭവമാണോ? ടീച്ചർ സുഖമായി സുരക്ഷിതയായിരിക്കുന്നോ? അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടിലാണ്. വെള്ളം കയറി എന്നുള്ളത് ശരിയാണ്. അവിടെയുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള. ഒരു വീട്ടിൽ മാത്രമല്ല. പിന്നെ പുരസ്കാരങ്ങളൊക്കെ കുറച്ച് ഉയർന്നുള്ള ഷെൽഫിൽ വെച്ച കാരണം അതിനൊന്നും കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അമ്മ ഞാൻ അടുത്ത വീട്ടിലാണ്, കുറച്ചും കൂടി ഹയർ ലെവലുള്ളതാണ്. അവിടെ വെള്ളം കയറില്ല, അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ സാധാരണഗതിയിൽ മഴയുണ്ടായാൽ വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണോ ടീച്ചറുടെ വീടുള്ളത്? സാധാരണഗതിയിൽ മഴ പെയ്താലൊന്നും വെള്ളം കയറില്ല, പക്ഷെ നല്ലോണം പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറും. വളരെ അത് ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്ങാനും വെള്ളം കയറാറുണ്ട്. വളരെയധികം പെയ്തു കഴിഞ്ഞാൽ. ഇന്നത്തെ മഴ വളരെയധികം മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കയറിയതാണെന്ന് തോന്നുന്നു. ഇതിപ്പോ ഒരു വലിയ പരിശ്രമം വേണ്ടി വരും ആ വീട് പഴയ സ്ഥിതിയിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ. കുറച്ച് പണി ഉണ്ടാവും. അതെ, ഇതൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട്. അത് ചെളിയൊക്കെ ഉണ്ടാവും അതിന്റെ കൂടെ, തുടച്ചു വൃത്തിയാക്കി എടുക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ വിനയൻ. പ്രതികരിച്ചതിന് ലീലാവതി ടീച്ചറുടെ മകൻ വിനയനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. പുരസ്കാരങ്ങളടക്കമൊക്കെ കുറച്ച് ഉയർന്ന ഷെൽഫുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കേടുപാടുകൾ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടു ടീച്ചറുടെ പുസ്തകങ്ങളും ടീച്ചർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്നത്. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. വലിയ പ്രയത്നം വേണ്ടിവരും ആ വീട് പൂർവ്വസ്ഥിതിയിലാക്കാൻ എന്നുള്ള കാര്യത്തിൽ ഈ കാഴ്ചകൾ കാണുന്ന ആർക്കും ഒരു സംശയം ഉണ്ടായിരിക്കുകയില്ല. എന്തായാലും ടീച്ചർ സുരക്ഷിതയായ ടീച്ചറുടെ മകൻ വിനയനോടൊപ്പം കുറച്ചുകൂടി ഉയർന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് വെള്ളം എത്തില്ല എന്നുള്ളൊരു ആശ്വാസവും ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഡോക്ടർ എം ലീലാവതിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ആ വെള്ളം ഇരച്ചെത്തിയത്. അതുകൊണ്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചറും സഹായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ടീച്ചറെ സുരക്ഷിതയായി മാറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ പരിഗണന. അങ്ങനെ സംഭവിക്കുകയുമാണ് ചെയ്തത്. അരുൺ ശങ്കർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ അവിടെ മഴയ്ക്ക് കുറവുണ്ടോ? വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നു. നമ്മൾ കുറച്ച് നേരമായിട്ട് വീടിനകത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് മഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ വീടിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കളയുക എന്നുള്ളത് വളരെ പരിശ്രമം വേണ്ടി വരുന്ന ഒരു പണിയായിരിക്കും. പക്ഷേ ടീച്ചറിന് ഈ വെള്ളം ഇവിടെ നിന്ന് ഒഴുകിപ്പോയാൽ പോലും ഈ നഷ്ടം എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. അത് പുസ്തകങ്ങൾ എഴുതി കൂട്ടാൻ പറ്റുന്ന കണക്കുകളായിരിക്കില്ല. അതിനപ്പുറത്തേക്കുള്ള നഷ്ടം ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ വെള്ളത്തിൽ വീണു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഈ കോണ്ടാക്ട് നമ്പറുകളൊക്കെ എഴുതി വെച്ച ഡയറികൾ അങ്ങനെ വെള്ളത്തിൽ വീണു പോയിട്ടുണ്ട്. പേന വീണു പോയിട്ടുണ്ട്. അങ്ങനെ പല ടീച്ചറിൻ്റേതായിട്ടുള്ള സ്വന്തം വസ്തുക്കളൊക്കെ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. ടീച്ചർ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇവിടുന്ന് പോയത്. ടീച്ചർ ഇവിടെ രാവിലെ പത്രമൊക്കെ വായിച്ചിരിക്കുന്ന സമയത്താണ് വീടിനകത്ത് വെള്ളം കയറുന്നത്. വെള്ളം കയറുന്ന സമയത്ത് ടീച്ചർ ഈ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കയറിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന സഹായിയായിട്ട് തന്നെ ബിന്ദു ചേച്ചിയോട് മുകളിലേക്ക് പോകാമെന്ന് പറയുകയും വളരെ പാടുപെട്ടാണ് ടീച്ചർ ഇവിടെ കുത്തി നടന്നിരുന്ന വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഈ വീട്ടിൽ ഉള്ളിൽ കിടപ്പുണ്ട്. താഴത്തെ നിലയിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ നിന്ന് കയറി വളരെ പതുക്കെ മുകളിലേക്ക് പോയി ടീച്ചറിനെ കൊണ്ടാക്കിയിട്ട് ബിന്ദു ചേച്ചി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ വെള്ളം കയറി. അങ്ങനെ ടീച്ചറിൻ്റെ ഈ സമ്പാദ്യങ്ങളായ ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ ഈ വെള്ളത്തിൽ വീണ് പോയിരുന്നു. അതൊന്നും എടുത്ത് മുകളിലേക്ക് വെക്കാനുള്ളൊരു സാവകാശം പോലും ഈ ബിന്ദു ചേച്ചി കിട്ടിയില്ല എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും എഴുത്തുപ്രതികളും ഒക്കെ ആയിട്ട് ഒരുപാട് ടീച്ചറിൻ്റെ സമ്പാദ്യം ഇങ്ങനെ ഈ പ്രളയത്തിൽ അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടിൽ നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഉണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ഫർണിച്ചറുകളൊക്കെ തന്നെ അതൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഈ പുസ്തകങ്ങൾ, ഏറ്റവും പഴയ പുസ്തകങ്ങളൊക്കെ ഒരുപാട് ശേഖരങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ
അതിനകത്ത് നമ്മൾ കണ്ടത് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് പെട്ടെന്ന് വന്ന മഴ. അത് തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെയാണ്. പെട്ടെന്ന് വന്ന മഴയിൽ തന്നെയാണ് ഇങ്ങനെ ടീച്ചറിൻ്റെ വീട്ടിൽ മുഴുവൻ വെള്ളം കയറുകയും ടീച്ചർക്ക് ഇവിടെ നിന്ന് വേഗം പോകേണ്ടി വരികയും ടീച്ചറിൻ്റെ ഒരുപാട് സമ്പാദ്യങ്ങൾ, എഴുത്ത് സമ്പാദ്യങ്ങൾ, വായിച്ച് എടുത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ അതൊക്കെ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ടീച്ചറിൻ്റെ ഓരോ എഴുത്തിൻ്റെയും അതെനിക്ക് തോന്നുന്നൊരു ബുക്കാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഡോക്ടർ എം ലീലാവതി സത്യധർമ്മദർശനം ഇതിഹാസങ്ങളിൽ പഠനം, അതിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അത് പ്രിൻ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുപാട് പ്രിൻ്റഡ് ആയിട്ടുള്ളതും എഴുത്തായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ശേഖരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി പോയിരിക്കുന്നത്.